കർത്താവിൻ്റെ ധന്യമുള്ള നാമം ഈ പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമേറിയ സാന്നിധ്യം അനുഭവിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നല്ലോ. ശാന്തമായ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറിയിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാമോ? എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. മതി. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ധന്യനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ സഭയുമായുള്ള ബന്ധത്തിൽ 2 കൊരിന്ത്യ ലേഖനത്തിനകത്ത് ആഴമേറിയ ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്ത് 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്കുകൾക്കകത്ത് താൻ പറയുന്ന ഒരു ആഴമേറിയൊരു വെളിപ്പാടുണ്ട്. ആ വെളിപ്പാട് മോശ സീനായി പർവ്വത മുകളിൽ യഹോവയായ ദൈവത്തെ കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് വെളിപ്പെട്ടൊരു തേജസ്, അവൻ്റെ ശരീരത്തിനകത്ത് വെളിപ്പെട്ടൊരു തേജസ്, അതുപോലെ പുതുനിയമ ഭക്തരായ നാം വെറും തേജസ്സല്ല, ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിഭയെ രൂപാന്തരപ്പെടുത്തുന്നു. അർത്ഥം ഇത്രയുള്ളൂ പ്രിയരെ. വേദപുസ്തകത്തിനകത്ത് ഗ്ലോറി എന്ന് പറയുന്ന പദം ശ്രദ്ധിക്കണം. മഹത്വം എന്നൊക്കെ നാം ആരാധിക്കുമ്പോൾ പറയാറുണ്ട്, കർത്താവേ ഇന്ന് ആരാധനയുടെ നടുവിൽ മഹത്വം ഇറങ്ങണം, എൻ്റെ കൂടാരത്തിനകത്ത് മഹത്വം ഇറങ്ങണം. നാം എല്ലാവരും പറയുന്ന ഒരു പദമുണ്ട്, അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കരുതെന്ന് മോശയുടെ ഒരു പ്രാർത്ഥന. ഇതെല്ലാം നമ്മൾ ആരാധനയുടെ മധ്യത്തിലെല്ലാം ഉപയോഗിക്കുന്ന പദങ്ങളാണ്. പക്ഷേ മഹത്വം എന്നുള്ള പദത്തിന്, ഗ്ലോറി എന്ന് പറയുന്ന പദത്തിന് ഹീബ്രുവിൽ കാണാൻ കഴിയുന്ന പദം ഇഖാബോത്ത് എന്ന് പറയുന്ന പദമാണ്. അതിന് വെയിറ്റ്, ഹെവിനെസ്, വർത്ത്, ഡിവൈൻ പ്രസൻസ് എന്നൊക്കെയാണ് അതിൻ്റെ മൂലഭാഷയിലുള്ള അർത്ഥം. പക്ഷേ ഗ്രീക്കിൽ പറയുന്നൊരു പദമുണ്ട്, മഹത്വത്തിന് ഡോക്സ എന്നാണ് പറയുന്നത്. ഡോക്സ എന്ന് പറയുന്നത് ബഹുമാനം, ഹോണർ, സ്പ്ലെൻഡർ, റിവീൽഡ് എക്സലൻസ് എന്നൊക്കെയാണ് പുതുനിയമത്തിനകത്ത് അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ ദൈവിക മഹത്വത്തെ പറ്റി പറയുന്നത്. എന്താണ് മഹത്വം എന്ന് പറഞ്ഞ് നാം വചനത്തിൻ്റെ ആഴത്തിലേക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് മഹത്വം എന്ന് നിങ്ങൾ ഇന്ന് പകൽക്കാലം ചോദിച്ചാൽ, ഇന്ന് പകൽക്കാലം ഇത്രയുള്ള ഒരു പ്രിയരെ, മഹത്വം കാണാൻ കഴിയുന്നതും അനുഭവിക്കാൻ കഴിയുന്നതുമായ ദൈവസാന്നിധ്യത്തെ വിളിക്കുന്ന പേരാണ് മഹത്വം. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ നന്നായി ഒന്ന് സ്തുതിച്ചാട്. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ആഴമേറിയ ഒരു സബ്ജക്റ്റിലേക്കാണ് നാം കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതും എന്ന് പറഞ്ഞാൽ ദൃശ്യമായ മണ്ഡലത്തിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതും നമ്മുടെ ശരീരം കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന, ലിറ്ററലി വെളിപ്പെടുന്ന, മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ദൈവ സാന്നിധ്യത്തെ വിളിക്കുന്ന പേരാണ് ദൈവമഹത്വം. ഞാൻ ഇന്ന് പകൽക്കാലം ചോദിക്കട്ടെ, ആരാധന കർത്തൃദാസന്മാർ നമ്മെ ലീഡ് ചെയ്തു, പാടി ആരാധിച്ചു, സ്തുതിച്ചു. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആരെങ്കിലും അത്തരത്തിലുള്ളൊരു ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ടോ? ദൈവ സാന്നിധ്യം വരാഞ്ഞിട്ടല്ല, എവിടെയെങ്കിലും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിങ്കിലേക്കൊന്ന് തിരിഞ്ഞു വരേണ്ടത് ആവശ്യമാണ്. ദൈവ മഹത്വം എന്ന് പറയുന്നത് കേവലം വാക്കുകൾക്കകത്തൊതുങ്ങുന്നതല്ല, കേവലം ഉച്ചാരണങ്ങൾക്ക്
കവിതകൾക്കകത്തോ ഗാനങ്ങൾക്കകത്തോ പാട്ടുകൾക്കകത്തോ ഒതുങ്ങുന്നതൊന്നല്ല. ദൈവമഹത്വം എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നതാണ്. ദൈവമഹത്വം എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയും. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ദൈവമഹത്വം എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയും. ദൈവമഹത്വം എന്ത് ചെയ്യാൻ കഴിയും? അത് അനുഭവിക്കാൻ കഴിയും. ഈ 2026 ഈ ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ഞായറിൽ ആത്മനിറവിൽ ഞാൻ ചോദിക്കട്ടെ, കാണാൻ കഴിയുന്നതും അനുഭവിക്കാൻ കഴിയുന്നതുമായ ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ ഇന്ന് പകൽക്കാലം കൊതിക്കുന്നവരുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് പകൽക്കാലം വചനം ഇങ്ങനെ പറയുന്നു, വിലാപങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇരമ്യാവ് കരയുന്നൊരു കരച്ചിലുണ്ട്. കർത്താവേ, യഹോവേ ഞങ്ങളെ മടക്കി വരുത്തണമേ, യഹോവേ ഞങ്ങളെ മടക്കി വരുത്തണമേ, പണ്ടത്തെ പോലൊരു നല്ല കാലം. ഹല്ലേലൂയ. ആ പദം കഴിഞ്ഞ ദിവസമൊക്കെ ധ്യാനിച്ചപ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതാണ്. പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് മടക്കിത്തരണമേ. ഇന്ന് പകൽക്കാലം പണ്ടത്തെ പോലൊരു നല്ല കാലം, പണ്ട് ആരാധിച്ചതുപോലെ, പണ്ട് സ്തുതിച്ചതുപോലെ, പണ്ട് ദൈവകൃപയിൽ നിന്നതുപോലെ, കർത്താവിന് വേണ്ടി എരിഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം അണഞ്ഞുപോയ തീകാൽ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ, ദീപങ്ങൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയണം, കർത്താവേ, കാണാൻ കഴിയുന്നത് അനുഭവിക്കാൻ കഴിയുന്നതുമായ ദൈവമഹത്വത്തിലേക്ക് എൻ്റെ സഭയെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറ, എൻ്റെ ശുശ്രൂഷയെ ഈ പകൽക്കാലം നീ ഒന്ന് കരം പിടിച്ചു നടത്തണമെന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കുന്നു. 2026 അങ്ങനെ ചില ദൈവപ്രവർത്തികൾ നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത് എത്ര പേർ കൊതിക്കുന്നുണ്ട്? കരമടിച്ച് വായ്കളെ തുറന്ന് എൻ്റെ ദൈവത്തിന് മല്ലയാരാധന കൊടുത്തു. ഇംഗ്ലീഷിൽ ഗ്രീക്ക് പദത്തിൽ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയത് ഹോണർ എന്നാണ്. ആ പദത്തിൻ്റെ അർത്ഥം മാന്യത എന്നാണ്. ദൈവമഹത്വം വെളിപ്പെട്ടാൽ നിന്നിൽ മാന്യത വെളിപ്പെടും. ദൈവമഹത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഓടി വരുന്നത് ചില മെറ്റീരിയലായിട്ടുള്ള ബ്ലെസ്സിങ്ങുകളാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് ഓടി വരുന്നത് ചില അനുഗ്രഹങ്ങളാണ്, ഈ ലോകപരമായ ചില നന്മകളാണ്. അതൊന്നുമല്ല കേട്ടോ. ദൈവമഹത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണാനും അനുഭവിക്കാനും കഴിയുക എന്നതാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് നിസ്സാര കാര്യമല്ല. ദൈവമഹത്വത്തെ കാണുവാനും അനുഭവിക്കാനും കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൈവമഹത്വത്തെ കാണാൻ കഴിയണം. ഞാൻ ഇന്ന് പകൽക്കാലം ചോദിച്ചിട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ട് എത്ര നാളായി പ്രിയരെ? ദൈവശബ്ദം കേട്ടിട്ട് എത്ര നാളായി? ദൈവത്തിൻ്റെ ദൈവിക വാഗ്ദത്തം നിവർത്തിയായിട്ട് എത്ര നാളായി? ഒത്തിരി കേൾക്കുന്നുണ്ട്, ഒത്തിരി കൈയടിക്കുന്നുണ്ട്, കാണുന്ന ആരാധനകൾക്കെല്ലാം പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്, ഒത്തിരി ദൈവദാസന്മാരെ വചനം കേൾക്കാറുണ്ട്. ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, എന്തെങ്കിലും ജീവിതത്തിനകത്തൊരു മാറ്റം സംഭവിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ആത്മമനുഷ്യന് ബലപ്പെടുത്തത്തക്ക നിലവാരത്തിൽ ആത്യന്തികമായ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. കേവലമെല്ലാം ചടങ്ങിന് മാത്രമായി ആരാധനകൾ ഒതുങ്ങുമ്പോൾ, ക്രിസ്തീയ ജീവിതം ഒതുങ്ങുമ്പോൾ ഈ തലമുറയിൽ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തെ കാണിക്കാൻ, ദൈവപ്രവർത്തികൾ അനുഭവിക്കത്തക്ക നിലവാരത്തിൽ ഒരു തലമുറ എൻ്റെ ദൈവം അന്വേഷിക്കുകയാണ് കേട്ടോ. ഒരു തലമുറ എൻ്റെ ദൈവം അന്വേഷിക്കുകയാണ്. പണത്തിൻ്റെ പുറകെ പോകുന്നവരായിട്ടല്ല, പദവിയുടെ പുറകെ പോകുന്നവരായിട്ടല്ല, പാപത്തിന്റെ പുറകെ ഓടുന്നവരായിട്ടല്ല, പാപത്തെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ട്, മാറി നിന്നിട്ട് ദൈവത്തിന്റെ മഹത്വത്തിന് വില കൊടുക്കുന്ന ഒരു തലമുറ ഈ പട്ടണത്തിനകത്ത് എൻ്റെ ദൈവം അന്വേഷിക്കുകയാണ്. അങ്ങനെ നീ ഇന്ന് പകൽക്കാലം മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഈ തലമുറയിൽ ആരും വഹിച്ചിട്ടില്ലാത്ത ദൈവത്തിന്റെ മഹത്വത്തെ ഈ പകൽക്കാലം എൻ്റെ ദൈവം നിന്റെ മേൽ കൈമാറ്, നിന്റെ കുടുംബത്തിന്റെ മേൽ കൈമാറ്, നിന്റെ മിനിസ്ട്രിയുടെ മേൽ കൈമാറ്, നിന്റെ തലമുറയുടെ മേൽ കൈമാറ്. നമ്മുടെ ചിന്ത ഏതോ കർത്താവിന്റെ ദാസൻ കൈവയ്ക്കുമ്പോൾ വെളിപ്പെടുന്നതാണ് ദൈവമഹത്വമെന്ന്. അല്ല കേട്ടോ, അല്ല കേട്ടോ. ആമേൻ. അധികാരങ്ങൾ കൈമാറാറുണ്ട്. ഹലോ, ദൈവിക അപ്പോയിൻമെന്റുകൾ കൈമാറാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ദൈവമഹത്വത്തെ കൈമാറണമെങ്കിൽ ഒരുവനും ദൈവവുമായുള്ള ബന്ധമാണ്, ഒരു തലമുറയും ദൈവമായിട്ടുള്ള ബന്ധമാണ്. 400 വർഷത്തെ അടിമവാസം,
അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ തലമുറ 430 സംവത്സരം മിസ്രൈമിൽ പാർക്കും. 400 വർഷത്തെ അടിമവാസം. ഒറ്റ രാത്രി കൊണ്ട് ആബീമ് മാസം 14-ാം തീയതി ഇസ്രായേലിൻ്റെ കെട്ടുപൊട്ടിച്ചു. സംഹാരകനായി മറ്റാരുമല്ല ഇറങ്ങിയത്, സാക്ഷാൽ യഹോവ സംഹാരകനായി മിസ്രൈമിൻ്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്നു. അടിമ വീട് മുതൽ ദാസിയുടെ ഭവനം മുതൽ കൊട്ടാരം വരെ നിലവിളി ഉയർന്നു. സകല പദ്ധതികളെയും പൊളിച്ച് സകല ചങ്ങലകളെയും പൊട്ടിച്ച് അടിമ നുകത്തുന്നു പുറത്തു കൊണ്ടുവന്നപ്പോൾ ഇതുവരെ കാണാത്തൊരു മകത്ത് ഇസ്രായേൽ കണ്ടു. എന്താ കണ്ടത്? ഇതുവരെ കണ്ടത് മോശയുടെ വടി സർപ്പമാകുന്നു. ഈ മോശയുടെ വടി നദിയിലടിച്ചപ്പോൾ അത് തവളയായി മാറി, അത് നദി വെള്ളമായി രക്തമായി മാറി, പേനായി മാറി. ഒത്തിരി ബാധകളെ കണ്ടു. പക്ഷെ ഇതുവരെ കാണാത്ത ഒരു വ്യക്തിത്വമായി മിസ്രൈമിന്റെ മണ്ണിൽ ഇറങ്ങി വരികയാണ്. സാക്ഷാൽ യഹോവ സംഹാരകനായി ഇറങ്ങി വന്നു. അവർ കണ്ടു. അവരുടെ ആ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ചങ്ങലകൾ അടിഞ്ഞു വീണു, ഫറവോനിയ കെട്ടുകൾ അടിഞ്ഞു വീണു. 2026 ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആളുകളായി കെട്ടിയ ചില കെട്ടുകൾ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിക്കഴിഞ്ഞ നീ അറിയാതെ പൊട്ടി വീഴും. നീ അറിയാതെ ചില ചങ്ങലകൾ തകർന്നു വീഴും. നീ അറിയാതെ ചില സാധാന്യ പദ്ധതികൾ. ചെങ്കടൽ വെളിപ്പെടുന്നു. അവിടെയും കർത്താവ് നല്ല പാതയൊരുക്കി. മിരിയാം തപ്പെടുത്താരാധിച്ചു. അവൾ കാണാത്തതൊന്ന് മരുഭൂമിയിൽ കണ്ടു. ഹലോ, അവൾ ഇതുവരെയും മിസ്രൈമിൽ കാണാത്തത്, പിതാക്കന്മാരായി കാണാത്തത്, 400 സംവത്സരം എന്ന് പറഞ്ഞാൽ 10 തലമുറകൾ കാണാത്തതൊന്ന്. ഹലോ, 10 തലമുറകൾ കാണാത്തതൊന്ന് മരുഭൂമിയിൽ ഇസ്രായേൽ കണ്ടു. എന്താ? പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി യഹോവയായ ദൈവം ഇറങ്ങി വരുന്നത് കണ്ടു. എന്താ പ്രിയരെ അതിൻ്റെ പ്രത്യേകത? കാണാനും അനുഭവിക്കാനും കഴിയുന്ന ദൈവത്തിൻ്റെ പ്രസൻസ് അവളുടെ കൂടെ മടക്കാൻ തുടങ്ങി. ഈ തലമുറയിൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുക, നമ്മുടെ പിതാക്കന്മാർക്ക് ചുമക്കാൻ കഴിയാത്ത, അവരുടെ അടുക്കൽ എത്താത്ത ചില ദൈവമഹത്വത്തിന്റെ ആഴത്തിലേക്ക്, ദൈവമഹത്വത്തിന്റെ മാനിഫെസ്റ്റേറ്റ് ഗ്ലോറിയിലേക്ക് ഈ പകൽ എൻ്റെ ദൈവം ചിലരെ എടുത്തു കയറ്റുകയാണ്. ശക്തന്മാരുടെ മുൻപിൽ, അവരുടെ മുൻപിൽ വെളിപ്പെടാത്ത ചില ദൈവത്തിന്റെ മഹത്വം ഈ തലമുറയിൽ നാം പ്രവേശിക്കാൻ പോകുക. നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണാൻ പോകുക. ഈ തലമുറ അത് അനുഭവിക്കാൻ പോകുക. 10 തലമുറ കാണാത്തത് മരുഭൂമിയിൽ ദൈവജനം കണ്ടെന്ന്. എന്താ കണ്ടേ? പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി സാക്ഷാൽ യഹോവ അവരുടെ കൂടെ ഇറങ്ങി വരികയാണ്. ഈ തലമുറയിൽ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. നമ്മുടെ പിതാക്കന്മാരുടെ മുൻപിൽ വെളിപ്പെട്ടു, സത്യമാണ്. അവരെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി നിന്നു, സത്യമാണ്. ഐ സല്യൂട്ട്, അതും സത്യമാണ്. ഞാൻ അവരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ ആത്മാവിലൊരു ദൂത് കൈമാറാം. അവരുടെ മുൻപിൽ പോലും വെളിപ്പെടാത്ത ചില ദൈവമഹത്വത്തിൻ്റെ സവിശേഷമായ ചില രൂപങ്ങൾ, ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തും. നമ്മുടെ മിനിസ്ട്രിക്ക് വെളിപ്പെടുത്തു. ശക്തന്മാർ കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വത്തിന്റെ ആഴത്തിലേക്ക്, മാനിഫെസ്റ്റേറ്റഡ് ഗ്ലോറിയിലേക്ക് ഈ തലമുറയിൽ നിന്നെ ദൈവം ക്ഷണിക്കുക. നിന്റെ കുടുംബത്തെ ദൈവം ക്ഷണിക്കുക. നിന്റെ തലമുറയെ ദൈവം ക്ഷണിക്കുക. നിന്റെ സഭയെ ദൈവം ക്ഷണിക്കുക. ഈ ആലയത്തിൽ കയറി വരുമ്പോൾ ഇതുവരെയും ഇല്ലാത്ത ദൈവ സാന്നിധ്യം ഒരു തലമുറ അനുഭവിക്കത്തക്ക നിലവാരം. അതുകൊണ്ടോ പ്രിയരെ, നീ ദൈവമഹത്വത്തെ ചുമക്കുന്നവനായി മാറിയാൽ, നിന്നെ കണ്ടാൽ ദൈവത്തെ കണ്ടതുപോലെയാ. നിന്നെ കണ്ടാൽ സമാധാനമില്ലാത്തവന് സമാധാനം വരും. നിന്നെ കണ്ടു കഴിഞ്ഞാൽ ദുർഭൂതം ബാധിച്ചവൻ്റെ ഭൂതം ഇറങ്ങിപ്പോകുമ്പോൾ, നിന്റെ മേൽ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റഡ് ഗ്ലോറി ഉണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ പറയാം, രോഗി നിന്നെ കണ്ട രോഗി സൗഖ്യമാകുക. കാരണം നീ മഹത്വം ചുമക്കുന്നവനാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്തൊരു തലമുറ കാണുന്നതും
അനുഭവിക്കാൻ കഴിയുന്നതുമായ ഒരു മഹത്വത്തിൻ കീഴിൽ സഞ്ചരിച്ചു. ആ മഹത്വത്തിൻ്റെ പ്രത്യേകത പകൽ മേഘസ്തംഭമായി, പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നി തൂണായി. ഓ വാട്ട് എ മൈറ്റി ലോർഡ്. റാംധാരകൽക്കമ ലേഖനത്തിൽ അതിനെപ്പറ്റി പറയുന്നു. അവർ മേഘത്തിൻ കീഴിൽ സ്നാനമേറ്റു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവർ മേഘത്തിൻ കീഴിൽ സ്നാനമേറ്റു. അർത്ഥം, ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ അവർ മുങ്ങിപ്പൊങ്ങി. ഓ ഒരു തലമുറ മേഘത്തിൻ കീഴിൽ സ്നാനമേറ്റു എന്ന് പരിശുദ്ധാത്മാവ് പോലും സാക്ഷ്യം പറയുമ്പോൾ ഈ പകൽക്കാലം ശ്രദ്ധിച്ചോണേ, അവർ കണ്ടത്, അവർ അനുഭവിച്ചത് ചെറിയ മഹത്വമല്ല. ഈ മഹത്വം അവർ അനുഭവിച്ചപ്പോഴാണ്, ആ മഹത്വത്തിനകത്താണ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞ മന്നയുള്ളത്. ആ മഹത്വത്തിനകത്താണ് കാടപ്പക്ഷിയുള്ളത്. ആ മഹത്വത്തിനകത്താണ് മാറ മധുരമാക്കുന്നത്. ആ മഹത്വത്തിനകത്താണ് പാറയ്ക്കകത്തും ജീവജലത്തിൻ്റെ നദി പുറത്തു വന്നത്. ഈ പകൽ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാ. ദൈവമഹത്വത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു നന്മയ്ക്കും കുറവില്ല. ഇന്ന് പകൽക്കാല പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നതല്ല, ദൈവവചനത്തിൻ്റെ ആത്യന്തികമായ സത്യം പ്രസംഗിക്കുന്നതാണ്. നിനക്കാവശ്യമായതെല്ലാം ദൈവമഹത്വം കൂടെയുള്ളവന് വേണ്ടി ഞാൻ ആത്മാവിൽ പറയാ. ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടി കരുതുക മാത്രമല്ല കേട്ടോ, ഇല്ല എങ്കിൽ അവൻ ഉണ്ടാക്കി നിനക്ക് തരും. ആത്മാവിൽ ഞാൻ ദൂത് മാറുക. ഇല്ലാത്തത് ഉണ്ടാക്കി തരാൻ കഴിയുന്ന ഒരു ദൈവമഹത്വത്തിന്റെ കീഴിലാണ് ഈ പകൽ നീ ഇന്ന് വന്നിരുന്ന് ആരാധിക്കുന്നത്. ഉള്ളത് മാത്രം തരുന്നവനല്ല, ഇല്ല എങ്കിൽ അവൻ ഉണ്ടാക്കി തരുന്നവനാണ്. ഹല്ലേലൂയ. പ്രിയരേ, ഇസ്രായേൽ ജനം സഞ്ചരിച്ചു വന്നത് മേഘത്തിൻ കീഴിലാണ്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി, ദൈവസാന്നിധ്യത്തിൻ്റെ കീഴിൽ സഞ്ചരിച്ചു വന്നൊരു തലമുറ. പക്ഷേ അതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. മോശ എന്ന് പറയുന്ന ഒരു ഭക്തനോട് മുൾപ്പടർപ്പിൽ വെച്ച് ദൈവം പറയുക, നീ മിസ്രയീമിൽ നിന്ന് എൻ്റെ ജനത്തെ പുറപ്പെടുവിച്ചു. എന്നെ ആരാധിക്കാൻ ഞാൻ വിളിക്കപ്പെട്ട ജനമാണ്. എന്നെ ആരാധിക്കേണ്ടതിന് അവരെ നീ കൊണ്ടുവരണം. മോശ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, എന്നെക്കൊണ്ട് കഴിയില്ല. പക്ഷേ ദൈവം പറയുകയാണ്, നിനക്ക് വേണ്ടി ഒരു കൂട്ടാളിയും കൂടെ ഞാൻ നിനക്ക് തരാം. ഇതിനകത്തൊരു എക്സ്ക്യൂസ് ഇല്ല. നിന്നെ വിളിച്ചാൽ നീ എൻ്റെ വേല ചെയ്യണം. വചനം അങ്ങനെ പറയുന്നു. മോശയോട് ദൈവം പറഞ്ഞു. അപ്പോൾ മോശ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കില്ല, ഞാൻ പോകത്തില്ല. ദൈവം കൊടുത്ത ഉറപ്പാ, നീ പോയാൽ ഏതു മരുഭൂമിയിലും പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി, ആരുമില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ കാണും. പ്രിയരെ, വചനം പറയുന്നു, മരുഭൂമിയിൽ അവൻ്റെ സഹോദരങ്ങൾ അവനെതിരെ തിരിഞ്ഞു. മരുഭൂമിയിൽ അവനെതിരെ സംസാരിച്ചു. സ്വന്തം സഹോദരി അവനെതിരെ നാവുയർത്തി. കൂടെ നിന്ന അഹരോൻ അവനെതിരെ ശബ്ദിച്ചു. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇതെല്ലാം സംഭവിച്ചപ്പോഴും മോശയ്ക്കൊരു കുലുക്കമില്ല. കാരണം മോശയ്ക്കറിയാം, ആരും കൂടെയില്ലെങ്കിലും ദൈവസാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ആത്മാവിൽ പറയാം, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മേഖലകൾ വരും. പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് നിനക്ക് തോന്നുന്ന രാത്രികൾ വെളിപ്പെടും. ഒരിക്കലും നാളത്തെ പകൽ വെളിപ്പെടല്ലേ എന്നോർത്ത് കരയുന്ന ചില രാത്രികൾ നിൻ്റെ ജീവിതത്തിനകത്ത് വരും. ഒറ്റപ്പെടലിൻ്റെ ചില നാഴികകൾ വരും. ചേർത്ത് നിർത്താൻ ആരുമില്ലാത്ത സാഹചര്യങ്ങൾ വരും.
പ്രതീക്ഷിക്കാത്ത നാവുകളിൽ നിന്ന് മുറിപ്പെടുത്തുന്ന വാക്കുകൾ നിന്റെ ഹൃദയത്തെ തകർക്കും. ആ സമയത്തും ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് ദൈവ സാന്നിധ്യം നിന്റെ കൂടെയുള്ളത് കൊണ്ടാണ്. നീ തകർന്നു പോകാതെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം ചുമക്കാൻ ദൈവം വിളിച്ചതുകൊണ്ട്. ഈ പകൽക്കാലം ക്രെഡിറ്റ് പറയാനല്ല പ്രിയരെ, ഇന്ന് പകൽക്കാലം നിൽക്കുന്നത് ദൈവകൃപ, നിൽക്കുന്നത് ദൈവമഹത്വം. ആമേൻ. ഇന്ന് പകൽക്കാലം ഉയർത്തിപ്പിടിക്കാൻ ഒന്നുമില്ല കേട്ടോ, ദൈവം കൊണ്ടുവന്നത് കൊണ്ട് മാത്രം ആദിക്കുന്നേ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. പ്രിയരെ, വചനം പറയുന്നു, ഒത്തിരി പ്രതിസന്ധികൾ വന്നപ്പോഴും മോശയെ പിടിച്ചു നിർത്തിയത് ദൈവ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ മഹത്വമാണ്. മോശ എല്ലാത്തിനേക്കാളും ദൈവ സാന്നിധ്യത്തിന് വില കൊടുത്തു. ഞാൻ ഈ തലമുറയിൽ പറയട്ടെ പ്രിയരെ, എന്തിനേക്കാളും ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കണം, ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കണം, ദൈവത്തിന് വില കൊടുക്കണം. കൂട്ടുകാരെക്കാൾ, കുടുംബക്കാരെക്കാൾ, ഈ ലോകത്ത് വച്ചു നീട്ടുന്ന സുഖലോലിപതയേക്കാൾ ദൈവമഹത്വത്തിന് വില കൊടുക്കണം. എന്തുകൊണ്ട് വില കൊടുക്കണമെന്നറിയാമോ? ഒരു നാൾ ഇതെല്ലാം നഷ്ടപ്പെടുന്ന നാളുകൾ വെളിപ്പെടും. ഇതൊന്നും നിന്നെ ഒരിടത്തും എത്തിക്കാത്ത അവസ്ഥകൾ വെളിപ്പെടും. അന്ന് നിന്നെ കരം പിടിച്ച് നടത്തുന്നത് ഈ ദൈവമഹത്വമാണ്. അന്ന് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നത് ദൈവമഹത്വമാണ്. ഞാൻ വേഗത്തിൽ പോകട്ടെ. മരുഭൂമിയിൽ നിങ്ങൾക്കറിയാം, മോശയുടെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. മോശയോട് ഒരിക്കൽ പറഞ്ഞു, മോശയെ, നീ ഇറങ്ങിയത് മുതൽ നീ ആഗ്രഹിക്കുന്ന ചിലതല്ലേ എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരണമെന്ന് നീ കൊതിക്കുകയല്ലേ? ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പ്രയോറിറ്റി ദൈവ സാന്നിധ്യത്തിനാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, മോശ എപ്പോഴും പ്രാർത്ഥനയിൽ ചോദിച്ച് കാണും, ആഗ്രഹിച്ച് കാണും, കുറച്ചും കൂടെ ഒരു സാന്നിധ്യം. അമ്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ദൈവമഹത്വമുണ്ട്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി ദൈവസാന്നിധ്യമുണ്ട്. പക്ഷേ ഈ ദൈവസാന്നിധ്യം മോശ മാത്രമല്ലേ അനുഭവിക്കുന്നത്, ഇസ്രായേൽ ജനം മുഴുവനും മരുഭൂമിയിൽ അനുഭവിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം മുഴുവനും മരുഭൂമിയിൽ ഈ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. മോശയ്ക്ക് ആഗ്രഹം ഇതല്ല, ഇതിനേക്കാൾ അധികമായൊരു ദൈവസാന്നിധ്യം. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രസംഗത്തിൻ്റെ സബ്ജക്റ്റ് തന്നെ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക്, ഗ്ലോറി ടു ഗ്ലോറി എന്നാണ്. അതുപോലെ ഇന്ന് പകൽക്കാലം മോശ ആഗ്രഹിക്കുന്നത്, കർത്താവേ, എല്ലാവരും അനുഭവിക്കുന്നൊരു മഹത്വമല്ല, ആരും അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവമഹത്വം ഈ തലമുറയിൽ എനിക്ക് അനുഭവിക്കണം. എത്ര പേർ കൊതിക്കുന്നുണ്ട് പ്രിയരെ? ഇന്ന് പകൽക്കാലം കേവലം ഞായറാഴ്ച പ്രസംഗം കൊണ്ട് തീരരുത്. ഈ പ്രസംഗം കേട്ടിട്ട് വീട്ടിനകത്ത് പോകുമ്പോൾ മുഴങ്കാലിരുന്ന് ഏകാന്തതയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, ഗ്ലോറി ടു ഗ്ലോറി, എന്നെ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സീസണുകളെ എൻ്റെ ദൈവമേ എനിക്ക് തുറന്നു തരണമേ. എല്ലാവരെയും കാണിക്കാനല്ല, ഈ തലമുറയിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ, ദൈവമുള്ളവനായി ജീവിപ്പാൻ, ദൈവകൃപയെ ചൂഷണം ചെയ്യാതെ, ദൈവം തന്ന ടാലൻറ്റുകളെ ജാതികളുടെ മുൻപിൽ പ്രദർശനമൊക്കെ വസ്തുവാക്കാതെ ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് താണിരിക്കാൻ ആവശ്യമായൊരു മഹത്വത്തെ ഈ തലമുറയിൽ എൻ്റെ മേൽ ദൈവമേ കൈമാറണമേ. മോശ അങ്ങനെ പ്രാർത്ഥിച്ചൊരു ഭക്തനാണ് കേട്ടോ. മോശയോട് വ്യക്തമായി പറയുന്നു, പുറപ്പാട് 20 നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, വേഗത്തിൽ ഞാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം മോശയെ നാം കാണാൻ കഴിയുന്ന ഒരു സന്ദർഭമുണ്ട്. മോശയോട് ദൈവം പറയുന്നു, മോശയെ, എനിക്ക് നിന്നോട് വ്യക്തമായി ഇടപെടണം, ഇത് സംസാരിക്കുന്ന സമയത്ത് അടിമ വീടായ മിസ്രൈമിൽ നിന്നോ 3 മാസം കൃത്യം 3 മാസം യാത്ര ചെയ്ത് അവർ സീനായി പർവ്വത നിരത്തിൻ്റെ താഴ്വാരത്തിൽ, അല്ലെങ്കിൽ സീനായി സ്ഥലം, സീനായി എന്ന് പറയുന്ന ദേശത്തിലെ താഴ്വരയിൽ, മലമുകളാണ്, അതിൻ്റെ താഴ്വരയിൽ അവർ കൂടാരമടിക്കുന്ന സമയം കൃത്യം 3 മാസമാണ്. 3 മാസമായി സീനായി മലയുടെ താഴ്വാരത്തിൽ അവർ കൂടാരമടിച്ച് പാർക്കുന്ന സമയത്ത് മോശയോട് ദൈവം പറഞ്ഞു, മോശേ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, എനിക്ക് നിന്നോടൊന്ന് കൃത്യമായി സംസാരിക്കണം. അതിന് നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നീ എന്ത് ചെയ്യണം? നീ എൻ്റെ അടുക്കൽ ഒന്ന് കയറി വരണം. ചുമ്മാ കയറി വന്നാൽ പറ്റത്തില്ല, നീ നിന്റെ വസ്ത്രം അലക്കണം. നിന്റെ വസ്ത്രം
വസ്ത്രം അലക്കണം, നീ വിശുദ്ധീകരിക്കണം, നിന്റെ ശരീരം വിശുദ്ധീകരിക്കണം, നിന്റെ ശരീരം വിശുദ്ധമാക്കണം, നിന്റെ വസ്ത്രം അലക്കണം. അതുമാത്രം പോരാ, നീ ഇസ്രായേൽ ജനത്തോട് പറയണം, അവരുടെ വസ്ത്രങ്ങളെ അലക്കി അവരുടെ പാളയം ശുദ്ധമാക്കണം. അമ്മേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം ശുദ്ധിയുള്ള ദൈവമാണ്. God is the God of holiness. അവൻ വിശുദ്ധനായ ദൈവമാണ്. അവൻ വിശുദ്ധനായ ദൈവമായതുകൊണ്ട് അവൻ വിശുദ്ധിയുള്ളിടത്തേ ഇറങ്ങി വരത്തുള്ളൂ. ഇന്ന് പകൽ നിന്റെ കയ്യടിയല്ല വിഷയം, നിന്റെ ഹാളിൻ്റെ വലിപ്പമല്ല വിഷയം, സെൻട്രലൈസ്ഡ് ഹാളാണോ എന്നതല്ല വിഷയം, ആയിരങ്ങൾ തിങ്ങിയിരിക്കുന്ന ആരാധനാലയമാണോ എന്നതല്ല വിഷയം, ആര് പ്രസംഗിക്കുന്നു എന്നതല്ല വിഷയം. പ്രസംഗിക്കുന്നവന്, ആരാധിക്കാൻ കടന്നു വന്നവര് വിശുദ്ധരാണോ എന്നതാണ് വിഷയം. ഇന്ന് പകൽക്കാലം പ്രിയരെ, നിന്റെ കൂടാരത്തിനകത്ത് ദൈവമുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്തോണം. നിന്റെ സഭയ്ക്കകത്ത് ദൈവമുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്തോണം. നിങ്ങളുടെ തലമുറയ്ക്കകത്ത് ദൈവമുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്തോണം. വിശുദ്ധിയില്ലാത്തടുത്ത് എൻ്റെ ദൈവം ഇറങ്ങി വരത്തില്ല, വിശുദ്ധിയില്ലാത്തടുത്ത് എൻ്റെ ദൈവം വാസം ചെയ്യത്തില്ല. അതുകൊണ്ടല്ലേ കൊരിന്ത്യർ ലേഖനം പറയുന്നു, നിങ്ങൾ എൻ്റെ മന്ദിരമെന്ന് എൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? എൻ്റെ ആലയത്തെ തകർക്കുന്നവന്, എൻ്റെ മന്ദിരത്തെ തകർക്കുന്നവന് ഞാൻ നശിപ്പിക്കാതെ വിടത്തില്ല. കാരണം എന്തെന്നറിയാമോ? വിശുദ്ധനായ ദൈവത്തെ വസിക്കുന്ന ആലയമാണ് നമ്മൾ. ദൈവകൃപയിൽ നിന്നിട്ട് അശുദ്ധിയുടെ മാർഗത്തിൽ പോകരുത്, അശുദ്ധിയുടെ ജീവിതത്തിൽ പോകരുത്, അശുദ്ധിയുടെ വഴികളിൽ നടക്കരുത്. നിന്റെ പാളയം ശുദ്ധമാകണം, നിന്റെ വസ്ത്രം ശുദ്ധമാകണം, നിന്റെ ശരീരം ശുദ്ധമാകണം. ഈ പകൽക്കാലം, ഇന്നു പകൽ ഈ ദൂത് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ ക്ലെൻസ് മീ ലോർഡ്, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. അവിടെ പറയുന്ന സ്റ്റെപ്പ് ഇതാണ്. ഒന്ന്, നിന്റെ വസ്ത്രം വിശുദ്ധീകരിക്കണം, നിന്റെ ജീവിതം എന്ന വസ്ത്രം വിശുദ്ധീകരിക്കണം, നിന്റെ ശരീരം വിശുദ്ധീകരിക്കണം. മോശയോട് പറയുന്നു, ഇസ്രായേൽ ജനത്തോട് പറയണം, അവിടെ ഭവനങ്ങൾ വിശുദ്ധീകരിക്കണം. ഹലോ, വല്ലതും പിടികിട്ടിയോ? ഒന്ന്, ആദ്യം നമ്മൾ ഗുണപ്പെടിക്കണം. ഹല്ലേലൂയ. ആദ്യം നാം രക്ഷപ്പെടണം. നാം രക്ഷപ്പെടണമെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടണം, നാം മാനസാന്തരപ്പെടണം. രണ്ട്, നമ്മുടെ കുടുംബം മാനസാന്തരപ്പെടണം. നമ്മുടെ കുടുംബം മാനസാന്തരപ്പെട്ടിട്ടേ പാളയം വിശുദ്ധീകരിക്കാൻ പോകാവൂ. പലരുടെയും പ്രത്യേകത, ആദ്യം പാളയം അടിച്ചു വാരാനാണ് നടക്കുന്നത്. നമ്മളൊരു ഗുണവുമില്ല, നമുക്കൊരു മാറ്റമില്ല. നമ്മൾ പഴയ പരിപാടി ഇപ്പോഴും ഉണ്ട്, പഴയ കൈയിരിപ്പുകളെല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ മറ്റുള്ളവരോട് പറയും, അടുത്തിരിക്കുന്നവരോട് പറയും, ആരെങ്കിലും ഇങ്ങനെയൊക്കെ പോകുന്ന കണ്ടാൽ പറയും, ഇതൊന്നും പറ്റില്ല കേട്ടോ, ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവം പറയുന്നു, നീ ഇസ്രായേൽ ജനത്തോട് പറ, ആദ്യം നിന്റെ വസ്ത്രം വിശുദ്ധീകരിക്കാൻ, നിന്റെ ശരീരം വിശുദ്ധീകരിക്കാൻ, നിന്റെ കുടുംബം വിശുദ്ധീകരിക്കാൻ. 4, നിന്റെ പാളയം വിശുദ്ധീകരിക്കാൻ. നിന്റെ പാളയം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ ശരീരം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ വസ്ത്രം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ ഭവനം വിശുദ്ധീകരിക്കപ്പെടണം. എന്നിട്ട് അവരോട് പറയണം, ഞാൻ പർവ്വതത്തിൽ ഇറങ്ങി വരും കേട്ടോ, ഞാൻ പർവ്വതത്തിൽ ഇറങ്ങി വരും, സീനായി പർവ്വതത്തിൽ ഞാൻ ഇറങ്ങി വരും. അവരോട് പറയണം, ദയവ് ചെയ്ത്, ഹലോ, എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയുക, ഒരു വ്യക്തി പോലും പർവ്വതത്തിൽ പോയി തൊടരുത്, പർവ്വതത്തിൻ്റെ അടുക്കൽ നിൽക്കരുത്. ഒരു മൃഗം പോലും പർവ്വതത്തിൽ തൊട്ടുപോകരുത്. തൊട്ട് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ അവരെല്ലാം തട്ടിപ്പോകും, അവരെല്ലാം മരിച്ചു വീഴും. ആരെല്ലാം പർവ്വതത്തെ തൊട്ടോ അവരെല്ലാം മരിച്ചു വീഴും എന്ന് ദൈവം പറഞ്ഞു. കേൾക്കണോ പ്രിയരെ? മോശയോട് പറഞ്ഞ സമയത്ത് എൻ്റെ ദൈവം ആകാശത്തെ വാഹനമാക്കി സീനായി പർവ്വതത്തിൽ എൻ്റെ ദൈവം ഇറങ്ങി വന്നു. വചനം ഇങ്ങനെയാ പറയുന്നത്, പർവ്വതം പുക കൊണ്ട് നിറഞ്ഞു. എന്താർത്ഥം?
കാണാൻ കഴിയുന്നത്, അനുഭവിക്കാൻ കഴിയുന്നതുമായ ദൈവ സാന്നിധ്യം ആ സീനായി പർവ്വതത്തിനകത്ത് ഇറങ്ങി വരുന്നു. വചനം അടുത്തു പറയുന്നു, സീനായി പർവ്വതം കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയ നീ ചുമ്മാ ഇരിക്കില്ല, നീ അടങ്ങിയിരിക്കില്ല, കാറ്റ് പിടിച്ച കല്ല് പോലെ ഇരിക്കില്ല. നീ ചലിക്കാൻ തുടങ്ങും, നീ ആരാധിക്കാൻ തുടങ്ങും, നീ ദൈവമഹത്വത്തിൽ സ്തുതിക്കാൻ തുടങ്ങും. പ്രിയരെ, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട സകല ദൈവമക്കളും കേവലം എന്തിനോ വേണ്ടി ജീവിച്ച് എന്തിനോ വേണ്ടി മരിക്കാൻ കാത്തിരിക്കുന്നവരല്ല. ദൈവമേ, നിന്റെ പദ്ധതി എന്നിൽ നിറവേറണമെന്ന് പ്രാർത്ഥിച്ച് ഒരു തലമുറയിൽ മാതൃകയോടെ ജീവിച്ച സകല ഭക്തന്മാരും അവർ ദൈവ സാന്നിധ്യം കണ്ടവരാണ്, ദൈവമഹത്വം അനുഭവിച്ചവരാണ്. അതുകൊണ്ടാണ് അവരുടെ തീച്ചൂളയ്ക്കകത്ത് വെച്ച് തീച്ചൂള മുന്നിൽ വന്നിട്ട് അവർ ദൈവത്തെ മറന്നു പോകാത്തത്. അവർ പൊട്ടക്കിണറിൽ ഇടേണ്ടി വന്നിട്ട് അവർ ദൈവത്തെ തള്ളി പറയാത്തത്. അവർ ശൃംഗത്തിന്റെ ഗുഹയ്ക്കകത്ത് വീണിട്ട് ദൈവം വേണ്ടെന്ന് പറയാത്തതിന് കാരണം എന്താണെന്നറിയാമോ? മൂർച്ചവാള് കൊണ്ട് കഴുത്തറുത്തിട്ട് ഇന്ന് പകൽക്കാലം പ്രിയരെ അവർ ദൈവത്തെ തള്ളി പറയാത്തതിന് കാരണം അവർ ദൈവത്തിന്റെ മഹിമ കണ്ട് സാക്ഷികളാണ്. പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നു, ഞാൻ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞാൻ മഹിമ കണ്ട സാക്ഷികളാണ്. ഞാൻ മഹത്വം കണ്ടവനാണ്. ചിലരൊക്കെ കണ്ടിട്ടില്ലേ, ആലയത്തിൽ വന്ന് ജവിളിക്കടയിൽ ബൊമ്മ ഇരിക്കുമ്പോൾ രണ്ട് കണ്ണും തള്ളി, ഇവിടെ എന്നാണ് നടക്കുന്നത്? ആരൊക്കെ കൈയടിക്കുന്നുണ്ട്, ആരെന്ത് ഡ്രസ് ഇട്ടു, പാസ്റ്റർ വല്ലതും പറയോ? കൈയടിക്കാൻ പറയുമ്പോൾ രണ്ട് കൈയടി, എന്നിട്ട് 4 പ്രാവശ്യം ഇരുന്ന് ഉറങ്ങും. വല്ലതും കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇത് കുലുങ്ങാത്തതിന് കാരണം മഹത്വം ഇറങ്ങാത്തത് കൊണ്ടാണ്. ഇത് ചലിക്കാത്തതിന് കാരണം ദൈവം ഇറങ്ങാത്തത് കൊണ്ടാ. ദൈവം ഇറങ്ങിക്കഴിഞ്ഞ പർവ്വതം പോലെ കിടുകിട വിറച്ചെന്ന വചനം പറയുന്നേ. പർവ്വതം വിറച്ചെന്ന്, പർവ്വത പുക കൊണ്ട് നിറഞ്ഞു, പർവ്വതം വിറച്ചു. അതിനകത്ത് നിന്ന് ശ്രദ്ധിച്ച്, എന്ത് ഭയാനകമായ കാഴ്ചയാണല്ലേ! പർവ്വത പുക കൊണ്ട് നിറയുന്നു, പർവ്വതം കിടുകിടാ വിറയ്ക്കുന്നു. അതിൻ്റെ മടിവിൽ നിന്ന് മോശേ എന്നൊരു ശബ്ദം, അതിൻ്റെ മടിവിൽ നിന്ന് മോശേ എന്നൊരു ശബ്ദം. എന്നിട്ട് പറഞ്ഞു, മോശേ കയറി വരിക, മോശേ കയറി വരിക. അതിൻ്റെ പേരാണ് ഗ്ലോറി ടു ഗ്ലോറി. മോശേ മഹത്വത്തിൽ നിന്ന് നീ കാണാത്ത ദൈവമഹത്വത്തിലേക്ക്. ഇതൊന്നും പ്രസംഗിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നൊരു കാര്യമില്ല. ഇന്ന് പകൽ ഞാൻ ഇത് പ്രസംഗിക്കുമ്പോഴും ഞാൻ അതൊന്ന് കൊതിക്കുകയാണ്. ഒന്ന് ചിന്തിച്ച്, പർവ്വതം പുക കൊണ്ട് നിറഞ്ഞു, കിടുകിടാ വിറയ്ക്കുന്നു. പർവ്വതത്തിൽ തൊടാതെ സകല പാളയും വിശുദ്ധീകരിച്ചു ജനം മുഴുവനും നോക്കി നിൽക്കെ. ആ പർവ്വതത്തിന്റെ മടിവിൽ നിന്ന് കാണാൻ കഴിയാത്തൊരു ശബ്ദം പുറപ്പെടുകയാണ്, മോശേ ഇവിടെ കയറി വരിക. അതിൻ്റെ പേരാണ് പ്രിയരെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് എൻ്റെ ദൈവം ഒരു തലമുറയെ ലിഫ്റ്റ് ചെയ്യുക. ഈ പട്ടണത്തിനകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തലങ്ങളിലേക്ക് എൻ്റെ ദൈവം നിന്നെ ലിഫ്റ്റ് ചെയ്യുന്ന സീസണുകളെ എൻ്റെ ദൈവം ഈ പകൽ തുറന്നിടുകയാണ്. പ്രിയരെ ശ്രദ്ധിച്ചേ, പുക കൊണ്ട് നിറഞ്ഞ പർവ്വതം, കിടുകിട വിറയ്ക്കുന്ന പർവ്വതം, അതിൻ്റെ നടുവിൽ നിന്ന് പറയുന്നു, മോശേ ഇവിടെ കയറി വരിക. ഹലോ, ആ ശബ്ദത്തിൻ്റെ മുൻപിൽ വിറങ്ങലിച്ച കൈയുമായി ഭയന്ന മുഖവുമായി ഒരുവൻ നടന്നു കയറുന്നു. മഹത്വം ഇറങ്ങി വരുന്നു. വല്ല സെൻസ് ചെയ്തോ? ഒരുവൻ നടന്നു കയറുന്നു, മഹത്വം ഇറങ്ങി വരുന്നു. ഈ തലമുറയിൽ നീ ദൈവത്തോടടുത്ത് ചെന്നാൽ ദൈവം നിന്നോടടുത്ത് വരും. ഈ തലമുറയിൽ നീ ദൈവത്തോടടുത്തു പോയാ ദൈവം നിന്നോടടുത്ത് വരും. ദൈവത്തോടടുക്കാൻ കഴിയാതെ വണ്ണോ, നിന്നെ അടുപ്പിക്കാൻ കഴിയാതെ വണ്ണോ പുറകോട്ട് വലിക്കുന്ന സകലവിനെയും ഈ പകൽക്കാല പൗലൂസിന്റെ ഭാഷയിൽ പറഞ്ഞു, സകലതും ഞാൻ ചവറം മണ്ണി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഞാൻ ഓടുക,
പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുക. പക്ഷെ എന്നെ പുറകോട്ട് വലിക്കുന്ന സകലതിനെയും ഞാൻ ചവറന്നെണ്ണി ക്രിസ്തേശുവിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയെന്ന് പൗലോസ് ഇവിടെ മോശ ഓടിക്കയറുക. എന്തിനെന്നറിയാമോ? പുറകോട്ട് വലിക്കുന്ന സകലതിനെയും, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ മുഴുവനും ഈ താഴ്വരയ്ക്കകത്ത് തള്ളിയിട്ടിട്ട് മഹത്വം കാണാൻ, മഹത്വം അനുഭവിപ്പ, തേജസ്സിന്മേൽ തേജസ് അനുഭവിപ്പ, മഹത്വത്തിന്മേൽ മഹത്വം കാണാ, അവ അനുഭവിക്ക. മോശ ഓടി കയറുമ്പോ സ്വർഗമിറങ്ങി വരിക. ഞാൻ കൊതിക്കുന്നു മക്കളെ, ചുമ്മാ പ്രസംഗിച്ചു പോകാനല്ല. ഈ തലമുറയിൽ അങ്ങനെ ചിലരുടെ ദൈവത്തിന്റെ എൻകൗണ്ടറുകൾ വെളിപ്പെടട്ടെ. കൊതിയുണ്ടോ? അർദ്ധരാത്രിയിൽ നിനക്കുറങ്ങാൻ കഴിയാതെ ദൈവം വിളിച്ചുണർത്തിയിരുത്തി ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്നത്, ദൈവിക ദൂതന്മാർ വിസിറ്റ് ചെയ്യുന്നത്, ചുമ്മാ പോത്തുപോലെ കിടന്നുറങ്ങാതെ നീ കിടക്കുന്ന അടുത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമത്. കർത്തൃദാസൻ നേരത്തെ വർഷിപ്പ് ചെയ്തപ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, സകല വാതിലുകളും അടഞ്ഞ് പ്രതീക്ഷയുടെ കിരണങ്ങളെല്ലാം സൂര്യൻ അസ്തമിച്ചു. രാത്രി എന്താകുമെന്നറിയാൻ കഴിയാതെ ഒരുവൻ കല്ല് തലേണയായി വച്ച് കിടന്നുറങ്ങുക. ആ ഉറക്കത്തിനകത്ത് അവനെ തേടി ഒരു ഗോവേണി വെളിപ്പെട്ടു. അവനെ തേടി ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൈവമഹത്വത്തിന്റെ ബദൽ വെളിപ്പെട്ടതുപോലെ ഞാൻ കൊതിക്കുന്നു. നിന്റെ വാഹനത്തിനകത്ത് ഒരു ബദൽ വെളിപ്പെടട്ടെ, നിന്റെ ഭവനത്തിനകത്ത് ഒരു ബദൽ വെളിപ്പെടട്ടെ, നിന്റെ സഭയ്ക്കകത്ത്. കൊതിയുണ്ടോ പ്രിയരെ? ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഒന്നുമില്ലേല് എൻ്റെ മഹത്വത്തിലേക്ക് എന്നെ ഒന്ന് എടുത്തു കയറ്റണേ. പേര് കിട്ടാൻ വേണ്ടിയല്ല കേട്ടോ, കട്ടൗട്ടിൽ പോസ്റ്റിൽ നിന്റെ ഫോട്ടോ വരാൻ വേണ്ടിയല്ല, നീ വലിയവനെന്ന് 4 പേര് പറയാനല്ല, നീ നല്ലവനെന്ന് 5 പേരുടെ സാക്ഷ്യത്തിന് വേണ്ടിയല്ല. ഈ തലമുറയിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാം, ദൈവത്തിൻ്റെ മഹത്വത്തെ അനുഭവിക്കും. വചനം പറയുന്നു, മോശ സീനായിലേക്ക് കയറിപ്പോയി, തേജസ് പർവ്വതം കൊണ്ട് നിറഞ്ഞു. തേജസ് പർവ്വതം കൊണ്ട് നിറഞ്ഞു. 1 2 40 ദിനരാത്രങ്ങൾ ആഹാരം വേണ്ട, വെള്ളം വേണ്ട, ദൈവ തേജസ്സിനകത്ത് മോശ ഇരിക്കുക. ദൈവ തേജസ്സിനകത്ത് മോശ ഇരിക്കുക. എൻ്റെ കർത്താവേ, ഒരു കല്ല് വെട്ടി, ഒരു പലക വെട്ടിയായി പലക കൊണ്ടുവന്നു. അവൻ്റെ വിരലുകൊണ്ട് ദൈവിക കൽപ്പനകൾ മോശയ്ക്ക് എഴുതി കൊടുക്കുകയാണ്. ശ്രദ്ധിച്ച് പ്രിയരെ, ഊട്ടായവൻ മോശയുടെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് അവന് ദൈവിക കൽപ്പനകൾ സ്വന്തം വിരലുകൊണ്ട് എഴുതി കൊടുക്കുക. ഈ തലമുറയിൽ കൊതിയുണ്ടോ? ആരും ചെയ്തിട്ടില്ലാത്തത്, ആരും കൈവശമില്ലാത്ത ചില ദൈവിക കൃപാവരങ്ങൾ നിനക്കും മാത്രമായി ദൈവം തരട്ടെ. ആരുടെ പക്കലുമില്ലാത്ത ചില വെളിപ്പാടിൻ്റെ കലവറകൾ നിന്റെ പക്കൽ വെളിപ്പെടട്ടെ. നീ പാടാൻ വേദിയിൽ ഇറങ്ങുമ്പോൾ 2 പേരെ കൈയടിപ്പിക്കാൻ വേണ്ടി താളത്തിൽ ടെമ്പോ കയറ്റി നീ പാടുപെടുണ്ട്. ദൈവ സാന്നിധ്യത്തിൽ നീ ഒന്ന് എഴുന്നേറ്റ് നിന്ന്, നീ പോലും അറിയാതെ ഭൂതങ്ങൾ അലറ്, നീ പോലും അറിയാതെ അത്ഭുതങ്ങൾ നടക്കും, നീ പോലും അറിയാതെ മാനസാന്തരങ്ങൾ സംഭവിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, തമിഴ്നാട്ടിലൊരു ക്രിസ്തു ഭക്തനുണ്ട്, നാമധേയ സഭയുടെ ഒരു പ്രീസ്റ്റായിരുന്ന ഒരു മനുഷ്യനാണ്. തൻ്റെ പേര് ഫാദർ ബെർജമൻസ് എന്നാണ്. താൻ എഴുതിയ പാട്ടുകളാണ് തമിഴിൽ ഒരു തലമുറ മുഴുവനും പാടിയത്, ആയിരക്കണക്കിന് ഗാനങ്ങൾ. ആ മനുഷ്യൻ്റെ ക്യാമ്പസൊക്കെ ഒട്ടനവധി പ്രാവശ്യം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ ചരിത്രം ഇങ്ങനെ പറയുന്നു, ഫാദർ ബെർജമൻസ് പാട്ടുമായി എഴുന്നേറ്റ് നിന്നാൽ താൻ പാട്ടിൻ്റെ ഈരടികൾ പാടുമ്പോൾ രോഗികൾ സൗഖ്യമാകുമായിരുന്നു. വലിയ ഉണർവുകൾ സംഭവിച്ചിട്ടുണ്ടോ മധുരയിൽ? എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടി
2 വരികൾ പാടുമ്പോൾ വലിയ ഉണർവുകൾ സംഭവിക്കുമായിരുന്നു. ഉണർവെന്ന് പറയുന്നത് കയ്യടിയല്ല. ഉണർവെന്ന് പറയുന്നത് ഉറക്കത്തുനിന്ന് എഴുന്നേൽപ്പ് മാത്രമല്ല. ഉണർവെന്ന് പറയുന്നത് മാനസാന്തരമാണ്. കൂട്ടമായ മാനസാന്തരങ്ങൾ സംഭവിക്കുമായിരുന്നു. താനൊരു വേദിയിൽ നിന്ന് തനിക്ക് ദൈവം കൊടുത്ത പാട്ടിൻ്റെ ഈരടികൾ പാടുമ്പോൾ വാഹനത്തിലൂടെ പോകുന്ന വ്യക്തികൾ പോലും വാഹനം നിർത്തിവെച്ച് വേദിക്കടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ കാലങ്ങൾ, ചരിത്രങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സ്ഥാനം, ഒരു മനുഷ്യനെ ദൈവം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഒരു മനുഷ്യനെ ദൈവം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അവൻ്റെ ശരീരവും കൂടാരവും വസ്ത്രവും വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ, അവൻ്റെ അടുക്കൽ ഈ തലമുറയിൽ ആർക്കും കൊടുക്കാത്ത ചിലത് ദൈവം തരും. ആരോ പ്രസംഗിച്ചു പഴകിയ പ്രസംഗം നിനക്ക് വേണ്ട. ആരോ പാടി പഴകിയ പാട്ടിൻ്റെ താളങ്ങൾ നിനക്ക് വേണ്ട. ആരുടെയോ പ്രസംഗത്തിൻ്റെ കോപ്പി അടിച്ച ഭാഗങ്ങൾ വെച്ച് നീ അലക്കാൻ നിൽക്കണ്ട. നീ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് കയറുമ്പോൾ, ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് കയറുമ്പോൾ നീ അറിയാത്ത ചിലത് ദൈവം നിൻ്റെ അടുക്കൽ വന്ന് എഴുതി തരും. ദൈവം നീ അറിയാത്ത ചിലത് ദൈവം നിനക്ക് അടുക്കൽ എഴുതി തരും. അത് പ്രസംഗിക്കുമ്പോഴാ പ്രിയരെ കൂട്ടമായ മാനസാന്തരങ്ങൾ നടക്കുന്നത്. അത് പ്രസംഗിക്കുമ്പോഴാ പ്രിയരെ സഭകൾ വിശാലമാകുന്നത്. അത് പ്രസംഗിക്കുമ്പോഴാ പ്രിയരെ ദൈവരാജ്യം ഇറങ്ങി വരുന്നത്. ആരുടെയോ പഴക്കം ചെന്ന ചിലതല്ല. ഇന്ന് പകൽ കർത്താവിനോട് പറ, അറേബ്യൻ മരുഭൂമിയിൽ കിടന്ന് പൗലോസ് പ്രാപിച്ചതുപോലെ ഞാൻ കർത്താവിൽ നിന്ന് നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പൗലോസ് തന്റെ ഇടത്തോടെ പറഞ്ഞതുപോലെ. ആരും പറഞ്ഞില്ല കേട്ടോ. അത് പൗലോസ് പറഞ്ഞു, ഞാൻ അറേബ്യൻ മരുഭൂമിയിൽ വെച്ച് 2 വർഷത്തോളം അറേബ്യൻ മരുഭൂമിയിൽ ദൈവമായുള്ള മഹത്വത്തിനകത്തായിരുന്നപ്പോൾ എൻ്റെ ദൈവം നൽകിയ ദൈവം നൽകിയ ചിലത്, ദൈവത്തുനിന്ന് പ്രാപിച്ച ചിലതാ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. ഞാൻ അവിടെ കൊണ്ട് നിർത്തില്ല. ഒരു പദവും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അവിടെ വച്ചായിരിക്കണം പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത്. എവിടെ വച്ചാ ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് പൗലോസ് എടുക്കപ്പെട്ടത്? ആരുമില്ലാത്ത ഒറ്റയ്ക്കുള്ള ഏകാന്തതയ്ക്കകത്ത് ദൈവം തേജസ്സിലേക്ക് അവനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോഴാണ്. വലം പിടി കിട്ടുന്നുണ്ടോ? ദൈവമഹത്വത്തിൻ്റെ പ്രത്യേകത ആരോ ചെയ്തത് ചെയ്യുന്നവനല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കയറിയാൽ പുതിയത് നിന്നിൽ നിന്ന് വെളിപ്പെടും. പുതിയത് നിന്നിൽ നിന്ന് വെളിപ്പെടും. നീ ഒരു ക്രിസ്തു ഭക്തനാണോ എന്ന് നിൻ്റെ അന്യഭാഷ കണ്ടാൽ അറിയാം, നിൻ്റെ ആരാധന കണ്ടാൽ അറിയാം, നിൻ്റെ ജീവിത ശൈലി കണ്ടാൽ അറിയാം. കാരണം ദൈവത്തോടടുത്തിരിക്കുന്നവൻ പുതുക്കത്തിലാണ് നടക്കുന്നത്. അവൻ പുതിയ സൃഷ്ടിയാണ്. അവനിൽ നിന്ന് വെളിപ്പെടുന്നത് പുതുമയുള്ളതാണ്. അവൻ്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുന്നത് പുതുമയുള്ളവരാണ്. നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്താ? നമ്മൾ വന്ന സാഹചര്യം എന്താ? നമ്മുടെ തലമുറകളുടെ അവസ്ഥ എന്താ? വല്ല പുതുക്കമുണ്ടോ? ഇന്ന് പകൽ മഹത്വം അടുത്തുപോലും വന്നിട്ടില്ല എന്നാണ് അർത്ഥം. നിങ്ങൾ എന്നോട് പിണങ്ങും. ഇന്ന് പകൽക്കാലം മഹത്വം അടുത്തു വന്നിട്ടില്ല എന്നാണ് അർത്ഥം. വചനം പറയുന്നു, തേജസ്സിനകത്തിരുന്ന മോശയ്ക്ക് എൻ്റെ സ്വർഗം സ്വന്തം വിരലുകൊണ്ട് എഴുതി കൊടുത്തെന്ന്. സ്വന്തം വിരലുകൊണ്ട് എൻ്റെ ദൈവം എഴുതി കൊടുത്തെന്ന്. ഇതെല്ലാം പ്രാപിച്ച്, എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയുക, ഇതെല്ലാം പ്രാപിച്ച് കൽപ്പലയും നെഞ്ചോട് ചേർത്ത് വെച്ച് സീനായി പർവ്വതത്തിൽ നിന്ന് 40 ദിനരാത്രങ്ങൾ കഴിഞ്ഞ് മോശ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. ആ കാഴ്ചയാണ് പ്രിയരെ കൊരിന്ത്യ ലേഖനം നാം വായിച്ച കുറിവാക്യത്തിനകത്ത് 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും എന്ന് പറഞ്ഞാൽ
മോശ, അതിൻ്റെ മുമ്പിലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ മതി, മനസ്സിലാകും. മോശ സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ, അവൻ ഗ്ലോറി ടു ഗ്ലോറിയിലേക്ക് കയറിയപ്പോൾ, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് മോശ കയറിയപ്പോൾ, അവൻ്റെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു. അവൻ ഈ പോയ മുഖത്തോടുകൂടി അല്ല വന്നത്, അവൻ തേജസ് നിറഞ്ഞവനായി സീനായിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അവന്റെ തേജസ് കണ്ടു ദേശം ഭയന്നു. അവന്റെ തേജസ് കണ്ട് എന്ത് ചെയ്തു? ജനം മുഴുവനും ഭയന്നു. അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചം, തേജസ് അവൻ്റെ മുഖം മുഴുവനും ശോഭിച്ച് നിൽക്കുന്നത് കണ്ടു. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ പറയാൻ കേട്ടോ, വിശുദ്ധിയുള്ളവനോട് കൂടെ നടന്നാൽ നീ വിശുദ്ധനായി മാറും. പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ നടന്നാൽ നീ പ്രാർത്ഥിക്കുന്നവനായി മാറും. ദൈവകൃപയുള്ളവൻ്റെ കൂടെ നടന്നാൽ ദൈവകൃപയുള്ളവനായി മാറും. ജഡീകൻ്റെ കൂടെ നടന്നാൽ നീ ജഡീകനായി മാറും. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? മദ്യപാനിയുടെ കൂടെ നടന്നാൽ നീ മദ്യപാനിയായി മാറും. പുക വലിക്കുന്നവൻ്റെ കൂടെ നടന്നാൽ നീ പുക വലിക്കുന്നവനായി മാറും. പക്ഷെ ഇവിടെ കണ്ടോ, മോശ 40 ദിനരാത്രങ്ങൾ ഇരുന്നത് തേജസ്സിന്റെ പ്രഭയായ ക്രിസ്തുവിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? മോശ തേജസ്സുള്ളവനായി മാറി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, he became glory to glory. തേജസ്സിൽ നിന്ന് തേജസ്സുള്ളവനായി മാറി. അതുകൊണ്ട് മോശ ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖം ദർശിക്കാൻ കഴിയാതെ, അവൻ്റെ മുഖം ദർശിക്കാൻ കഴിയാതെ ജനം മുഴുവനും അവൻ ഭയന്നു തുടങ്ങിയപ്പോൾ ശ്രദ്ധിച്ചേ, അവൻ മൂടുപടമിടേണ്ടി വന്നു. അവൻ്റെ മുഖം മറയ്ക്കത്തക്ക നിലവാരത്തിൽ തേജസ് കൊണ്ട് നിറഞ്ഞു. മുഖം മറഞ്ഞിട്ടും തേജസ് നിന്നു ഇല്ല പ്രിയരെ, തേജസ് നിന്നില്ല, തേജസ് നിന്നില്ല. അപ്പോഴാണ് താഴ്വരയിൽ ഒരുവൻ കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് അവൻ്റെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുക. മോശ എന്ത് ചെയ്തെന്നറിയാമോ? കാളക്കുട്ടിയുടെ ബിംബത്തെ ഇടിച്ച് സകലത്തിനെയും കുടിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാനതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്കറിയാം, കൽപ്പലക എറിഞ്ഞുടച്ചു. അതിനുശേഷം ദൈവം മോശയെ വീണ്ടും കയറി വരാൻ പറയുന്നു, വീണ്ടും എഴുതി കൊടുക്കുന്നു. ഇതെല്ലാം നമുക്കറിയാവുന്ന ചരിത്രമാണ്, ശ്രദ്ധിക്കണമേ. അത് കഴിഞ്ഞിട്ട് ജനം ഹോരേബ് പർവ്വതത്തിൻ്റെ താഴ്വര, അതാ സീനായ് പർവ്വത നിരയുടെ മറ്റൊരു പേരാണ് ഹോരേബ്. ഹോരേബ് പർവ്വത നിരയുടെ താഴ്വരയിൽ ജനം നിൽക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞു, ഈ ജനം ദുശാഠ്യമുള്ള ജനം. അതുകൊണ്ട് ഞാൻ ഈ ജനത്തിൻ്റെ മുൻപിൽ വരില്ല. ഞാൻ എൻ്റെ ദൂതനെ നിങ്ങൾക്ക് മുൻപിൽ അയക്കാം. എൻ്റെ ദൂതനെ നിങ്ങൾക്ക് മുൻപിൽ അയക്കാം. അവൻ നിങ്ങൾക്ക് വഴി നിരത്തി തന്ന് നിന്റെ പിതാവായ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തോളം ആര് കൊണ്ടുപോകും? ദൂതൻ കൊണ്ടുപോകും. നമ്മളായിരുന്നെങ്കിൽ ഗ്ലോറി വിക്ടറി പറഞ്ഞു, കർത്താവിൻ്റെ ദൂതനെ ദൈവം അയക്കാമെന്ന് പറഞ്ഞു. മോശ ചെയ്തത് കേൾക്കണമോ? മോശ പറഞ്ഞു, കർത്താവേ, ഈ ഹോരേബ് പർവ്വതം വിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ടെടുക്കില്ല. എനിക്ക് ദൂതൻ്റെ തേജസ് വേണ്ട, എനിക്ക് ദൂതൻ്റെ സാന്നിധ്യം വേണ്ട. അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കരുത്. അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത ഒരിടവും എനിക്ക് വേണ്ട. ആമേൻ, ഹല്ലേലൂയ. പുറപ്പാട് 33:18-19 ഇങ്ങനെ പറയുന്നു, അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അതിനു മുമ്പ് മോശ പറയുകയാണ്, അങ്ങയുടെ തേജസ് ഇല്ലെങ്കിൽ, അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ ഇവിടം വിട്ടൊരു സ്റ്റെപ്പ് ഞാൻ വയ്ക്കില്ല. ഇവിടെ ഞാൻ മരിച്ചു വീണാലും സാരമില്ല, അങ്ങില്ലാത്ത കനാൻ എനിക്ക് വേണ്ട. വല്ലതും പിടികിട്ടുന്നുണ്ടോ? അങ്ങില്ലാത്ത വാഗ്ദത്തത്തിന്റെ കനാൻ എനിക്ക് വേണ്ട. ഞാൻ ഇറങ്ങി തിരിച്ചത് നന്മയ്ക്ക് വേണ്ടിയല്ല. ഞാൻ ഇറങ്ങി തിരിച്ചത് കനാന്റെ പാലും തേനും ഒഴുകുന്ന കനാന് വേണ്ടിയല്ല. ഞാൻ ഇറങ്ങി തിരിച്ചത് അങ്ങുള്ള മരുഭൂമിക്ക് വേണ്ടിയാണ്. അർത്ഥം, ദൈവമില്ലാത്ത കനാനേക്കാൾ ദൈവമുള്ള മരുഭൂമി നല്ലത്.
ദൈവമില്ലാത്ത കനാന്റെ നന്മയേക്കാൾ, ദൈവമില്ലാത്ത കനാന്റെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാൾ ദൈവമുള്ള മരുഭൂമിയുടെ കഷ്ടത വലുതെന്ന് പറഞ്ഞൊരു ഭക്തനാണ് മോശ. ഈ തലമുറയിൽ പറയാൻ കഴിയുമോ, ദൈവമില്ലാത്ത നന്മകൾ എനിക്ക് വേണ്ട, ദൈവമുള്ള കഷ്ടത എനിക്ക് വലുത്. ഇതൊക്കെ പറയാൻ ഇച്ചിരി ആമേ അകത്ത് ദൈവം വേണം, അകത്ത് ദൈവം വേണം. എൻ്റെ മുമ്പിൽ എൻ്റെ മുമ്പിൽ ദൂതൻ നടക്കണ്ട. എന്നെ ദൂതനല്ല വഴി നടത്തേണ്ടത്, എന്നെ അങ്ങ് വഴി നടത്തണം. അങ്ങയുടെ തേജസ് എന്നെ വഴി നടത്തണം, അങ്ങനെ കൊണ്ടുപോകണം. പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു ദൈവദാസനല്ല വഴി നടത്തേണ്ടത്. നല്ലതാണ്, ദൈവദാസന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. ദൈവം എൻ്റെ കുടുംബത്തെ വഴി നടത്തണം, എൻ്റെ തലമുറകളെ ദൈവം വഴി നടത്തണം, എൻ്റെ സഭയെ ദൈവം വഴി നടത്തണം. എൻ്റെ സഭയെ ആര് പരിപാലിക്കണം? പരിശുദ്ധാത്മാവ് പരിപാലിക്കണം. പണമല്ല, രാഷ്ട്രീയ സ്വാധീനങ്ങളല്ല, വ്യക്തിബന്ധങ്ങളല്ല. എൻ്റെ സഭയെ പരിപാലിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മോശ പറഞ്ഞു, അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ ഞാൻ പോകില്ല, ഇവിടം വിട്ടൊരു സ്റ്റെപ്പ് ഞാൻ എടുക്കില്ല. ദൈവം പറഞ്ഞു, എങ്കിൽ ശരി, ഞാൻ നിന്റെ കൂടെ വരാം. നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചിലയിടത്തൊക്കെ ദൈവത്തോട് പറയണം, കർത്താവേ, അങ്ങക്ക് ഇഷ്ടമില്ലാത്തതൊന്നും വേണ്ട, എനിക്കേറെ പ്രിയപ്പെട്ടതാകാം, അങ്ങ് ഇഷ്ടമില്ലാത്ത കനാൻ എനിക്ക് വേണ്ട, അങ്ങില്ലാത്ത കനാൻ എനിക്ക് വേണ്ട. അത് പറയുന്നതാണ് ഒരു ദൈവഭക്തൻ്റെ വിജയം എന്ന് പറയുന്നത്. കാണുന്നതെല്ലാം വാങ്ങുന്നതല്ല, കാണുന്നതെല്ലാം ആഗ്രഹിക്കുന്നതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് പ്രാപിക്കുന്നതാ, ദൈവമുള്ളത് പ്രാപിക്കുന്നതാ. ഇന്ന് പകൽ ജീവിതവുമായുള്ള ബന്ധത്തിൽ നീ അങ്ങനെ പറയണം, ഇല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു പോകും കേട്ടോ. മോശ പറഞ്ഞത് കേട്ടോ, അങ്ങുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു സ്റ്റെപ്പ് വയ്ക്കത്തുള്ളൂ. മോശയുടെ കാര്യം എൻ്റെ ഭാഷയിൽ പറഞ്ഞ ദൈവം മോശയെ കൊണ്ടങ്ങ് തോറ്റു. അമ്മേ മോശയോട് പറഞ്ഞ്, ഞാൻ നിനക്ക് അതുകൊണ്ടാണ് ഞാൻ വായിച്ച വചനം ഇങ്ങനെ, അപ്പോൾ അവൻ നിനക്ക് നിന്റെ തേജസ് എന്നെ കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതിന് തൊട്ടു മുമ്പ് മോശ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. മോശയോട് ദൈവം പറയുന്നൊരു പദമുണ്ട്, മോശെ ഞാൻ വരാം. അടുത്തൊരു പദം, ഞാൻ നിന്റെ കൂടെ വരും, ഞാൻ നിനക്ക് സ്വസ്ഥത ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഞാൻ വന്നാലേ നിനക്ക് സ്വസ്ഥതയുള്ളൂ എന്ന് പറഞ്ഞാൽ, സ്വസ്ഥമായി നിന്റെ അന്ത്യമുണ്ടാകണമെങ്കിൽ ദൈവം വരണം. ഒരു ദൂതൻ വന്നാലും നടക്കില്ല, ദൂതൻ വന്നാലും കാര്യം നടക്കില്ല. മോശയോട് പറയുക, ഞാൻ വരാം, നിനക്ക് ദൈവം സ്വസ്ഥത നൽകും. അടുത്ത് മോശ പറയുക, പോരാ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വീണ്ടും കാണണം. ഞാൻ സാന്നിധ്യം കണ്ടു, പക്ഷെ അങ്ങയുടെ മുഖം ഞാൻ കണ്ടില്ല. ദൈവം പറയുക, എൻ്റെ മുഖം നീ കണ്ടു കഴിഞ്ഞാൽ നീ ജീവിച്ചിരിക്കില്ല. ആർക്കും എന്നെ കാണാൻ കഴിയില്ല. മോശ നിർബന്ധം പിടിച്ചപ്പം മോശയോട് പറഞ്ഞു, നീ ആ പാറയുടെ പിളർപ്പിൽ കയറിയിരിക്കുക. ദൈവം മോശയെ പാറയുടെ പിളർപ്പിനകത്ത് കയറ്റി അവൻ്റെ കൈവച്ച് അവനെ മറച്ചിട്ട് യഹോവയുടെ പിൻഭാഗം മോശ കണ്ടു. അർത്ഥം, തേജസ് മോശ വീണ്ടും മുഖാമുഖമായി കണ്ടു. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. ആ മോശയെ പറ്റിയാണ്, മോശ കണ്ട തേജസ്സിനെ പറ്റിയാണ് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത്, ആരുടെ മുഖത്ത്? മോശയുടെ മുഖത്ത് കർത്താവിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായ നാം എല്ലാവരും മൂടുപടം നീങ്ങിയപ്പോൾ തേജസ് മോശയുടെ മുൻപിൽ വെളിപ്പെട്ടതുപോലെ പുതുനിയമത്തിൽ മോശ കണ്ടത് സീനായിൽ ദൈവത്തിൻ്റെ തേജസ് കണ്ടു. ഹോരേബ് പർവ്വത നിരയുടെ അടിവാരത്തിൽ പാറയുടെ പിളർപ്പിൽ ദൈവത്തിൻ്റെ പിൻഭാഗം മോശ കണ്ടു. പക്ഷെ ഇന്ന് പകൽ നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായ നമ്മൾ ദൈവത്തിൻ്റെ തേജസ് മാത്രമല്ല, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പിൻഭാഗം മാത്രമല്ല, ശ്രദ്ധിച്ചു കേട്ടോണം, ഏറ്റവും വലിയ മർമ്മം പുതുനിയമ
ഭക്തന്മാർ തേജസ് കാണുന്നവരല്ല, തേജസ് വഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം പറയുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ നടുവിലിരിക്കുന്നു എന്നല്ല, നിങ്ങളുടെ സൈഡിലുണ്ടെന്നല്ല, നിങ്ങളുടെ സഭയുടെ ഏതോ മൂലയ്ക്കകത്തിരിക്കുന്നു അല്ല. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു, നിങ്ങളിലിരിക്കുന്നു. He is in you. നിങ്ങളിൽ വസിക്കുകയാണ്. അർത്ഥം, നിങ്ങളെൻ്റെ മന്ദിരമെന്നും എൻ്റെ ആത്മാവ് നിങ്ങളിൽ എന്ന് പറഞ്ഞാൽ മോശയെ തേജസ്സിൻ്റെ തേജസ് കാണിച്ച, ഗ്ലോറി ടു ഗ്ലോറിയിലേക്ക് കൊണ്ടുപോയി തേജസ്സിൻ്റെ പ്രതിബിംബമാക്കി മോശ ഇറക്കി വിട്ട അതേ തേജസ് ഇന്ന് പകൽ നമ്മുടെ കണ്ണിൻ്റെ മുൻപിലല്ല, നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. ഈ തേജസ് ചുമന്നാണ് നാം പാടുന്നത്, ഈ തേജസ് ചുമന്നാണ് നാം ആരാധിക്കുന്നത്, ഈ തേജസ് കൊണ്ടു നടന്ന ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത്. ഇന്ന് പകൽ ഈ തേജസ് കണ്ടവർ ഇത്രമാത്രം വിടിവിക്കപ്പെട്ടെങ്കിൽ, അവനൊരു ചരിത്രമായി മാറിയെങ്കിൽ, ഈ തേജസ് ചുമക്കുന്ന നമ്മൾ എത്രയധികം ഇന്ന് പകൽ ഘോരമാടിച്ച്. ഞാൻ പറയട്ടെ, വേദപഠിതാക്കളും തിയോളജിയന്മാരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്, പഴയ നിയമത്തിൽ വെളിപ്പെട്ട പുറപ്പാടിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സകല തേജസ്സും സകല മോശ കണ്ട പിൻഭാഗവും യഹോവയുടെ പിൻഭാഗം, ദൈവത്തിൻ്റെ പിൻഭാഗം തേജസ് മോശ കണ്ടെന്നൊക്കെ പറയുന്നത്, വേദപഠിതാക്കൾ പറയുന്നത് മോശ കണ്ടത് യഹോവയുടെ പിൻഭാഗമല്ല, മോശ കണ്ടത് ക്രിസ്തുവിനെയാണ്. ഹലോ എന്ന് പറഞ്ഞാൽ മോശ പഴയ നിയമത്തിൽ കണ്ടത് ക്രിസ്തുവിനെയാണ്. പഴയ നിയമത്തിൽ മോശ ക്രിസ്തുവിനെ കണ്ടെങ്കിൽ പുതുനിയമത്തിൽ നാം ആത്മാവിന ആ ക്രിസ്തുവിനെ ചുമക്കുകയാണ്. നിങ്ങൾ വായിച്ചു നോക്കി, ഏതെല്ലാം കമൻട്രികൾ എടുത്തു പഠിച്ചു നോക്കി, അതിൻ്റെ വിവർത്തനമൊക്കെ എടുത്തു പഠിച്ചു നോക്കി. മോശ കണ്ടത് ക്രിസ്തുവിൻ്റെ വെളിപ്പാടിലാണ്. മോശ തേജസ്സിൽ കണ്ടത് ക്രിസ്തുവിനെയാണ് എന്ന് പറഞ്ഞാൽ പുതുനിയമത്തിൽ വെളിപ്പെടുന്ന തേജസ്സിൻ്റെ ക്രിസ്തുവിനെയാണ്. പഴയ നിയമത്തിൽ 6000 വർഷങ്ങൾക്ക് മുമ്പ് മോശ കണ്ടത്, 6000 വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിൽ ആ ക്രിസ്തു വെളിപ്പെട്ടു. ഇന്ന് പകൽ ആ ക്രിസ്തു മരിച്ചടക്കപ്പെട്ടു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ക്രിസ്തു നമ്മളിലിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ കർത്താവ് എവിടെ ഇരിക്കുക? ആ ക്രിസ്തു എവിടെ ഇരിക്കുക? ആ തേജസ് എവിടെ ഇരിക്കുക? ഇവിടെ ഇരിക്കുക. അപ്പോൾ നമ്മളാരാ? തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, ഗ്ലോറി ടു ഗ്ലോറി, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, വെളിപ്പാടിന്റെ കലവറയിൽ നിന്ന് വെളിപ്പാടിന്റെ കലവറയിലേക്ക്. ആമേൻ, ഹല്ലേലൂയ. പ്രിയരെ, ആഴമേറിയ വെളിപ്പാടുകളാണ്. പൗലോസ് കൃത്യമായി പറയുന്നു, ദൈവം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുകയാണ്, കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനെന്നറിയാമോ? ഈ തലമുറയിൽ പണം നേടാനല്ല, 2 നില വീട് വയ്ക്കാനല്ല, ഏതോ വലിയ കാറ് നേടാനല്ല. ഒന്നും അല്ലെന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ തെളിഞ്ഞില്ലേ? കോടിക്കണക്കിന് സ്വത്തുകളൊന്നും ചെയ്യാൻ പറ്റില്ല മുറുകിയരെ. ഇതെല്ലാം കാഴ്ച വസ്തുക്കളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഇന്ന് പകൽക്കാലം എൻ്റെ അപ്പൻ്റെ പേര് എനിക്കറിയാം, എൻ്റെ അപ്പൻ്റെ പേരറിയാം. എൻ്റെ അപ്പൻ്റെ പേരറിയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ അപ്പൻ അറിയാമെന്ന് ചോദിച്ചാൽ അപ്പൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. നിങ്ങൾ വല്ലതും പിടി കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ പേരറിയാം, നിങ്ങളുടെ അമ്മയുടെ പേരറിയാം, അമ്മയുടെ പേരും കൂടിപ്പോയ 3 തലമുറ അറിയോ? ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാൽ, നീ എത്ര ബലവാനെന്ന് പറഞ്ഞാൽ, എത്ര വലിയ കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് എന്തൊക്കെ സമ്പാദിച്ചെന്ന് പറഞ്ഞാൽ, എത്ര ഏക്കറുണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചെഴുതിയിട്ടാണ് കൂടിപ്പോയ 3 തലമുറ നിന്നെ ഓർക്കുമെന്നല്ല, നിന്റെ പേരോർത്ത് വയ്ക്ക്. അത് കഴിഞ്ഞാൽ നിന്റെ പേര് അവർ മറന്നുപോകും. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ കർത്താവിൻ്റെ തേജസ് നീ ചുമന്നാൽ, മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് കയറിയ ഈ തലമുറ കൊണ്ട് തീരാത്തൊരു ബന്ധമുണ്ട്.
ഈ മരണം കൊണ്ട് അവസാനിക്കാത്തൊരു ബന്ധമുണ്ട്. പ്രിയരെ, വചനം പറയുന്നു മോശ തേജസ്സിൽ നിന്ന് തേജസ് കണ്ടു. അതുകൊണ്ടല്ലേ അവനെ ദൈവം അടക്കിയിട്ടും പുതുനിയമത്തിനകത്ത് മറുരൂപം എന്ന് പറയുന്ന മലയിൽ ദൈവം മറുരൂപമാകേണ്ട ശുശ്രൂഷ വെളിപ്പെട്ടപ്പോൾ മോശയെ ദൈവം പോയി തട്ടി ഉണർത്തി കൊണ്ടുവന്നതിന് കാരണമെന്ത്? അവൻ തേജസ് വഹിച്ചവനാ എന്ന് പറഞ്ഞാൽ ഒരു തലമുറ കൊണ്ട് തീരാത്തൊരു ശുശ്രൂഷ മോശ ചെയ്തത് തേജസ്സിന്മേൽ തേജസ് കണ്ടതുകൊണ്ടാണ്, മകത്വത്തിൽ നിന്ന് മകത്വം കണ്ടതുകൊണ്ട്. ഇന്ന് പകൽക്കാലം മക്കൾക്ക് വേണ്ടി ഓടി ജീവിതം തീർക്കരുത് കേട്ടോ, മണത്തിന് വേണ്ടി ഓടിപ്പോയി ജീവിതം തീർക്കരുത് കേട്ടോ, എന്തിന് ഈ ലോകത്തിലെ സുഖങ്ങളുടെ പിന്നിൽ പോയി ജീവിതം തീർക്കരുത്. ഞാൻ പറഞ്ഞതിന് സാറ് ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊന്നും പോയി ജീവിതം തീർക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, വെറും 3 തലമുറ നിന്നെ ഓർക്കുമെന്നല്ല, നിന്റെ പേരോർത്ത് വയ്ക്കും. മരിച്ച് 10 ദിവസം കഴിഞ്ഞാൽ ഒരു ഓർമ്മയാ. ഏതെങ്കിലും ഫോട്ടോ കണ്ടാൽ പറയും അയ്യോ ഇന്ന വ്യക്തിയായിരുന്നു. 2ാമത്തെ ദിവസം ഏതെങ്കിലും ആൽബത്തിനകത്തിരിക്കും. 2 തലമുറ കഴിഞ്ഞാൽ നിന്റെ പേര് മാത്രം ഓർക്കും. 3ാമത്തെ തലമുറയായ നിന്റെ പേര് പോലും ഓർക്കില്ല. ഈ തലമുറ, ഈ ജീവിതം ക്ഷണികമാണ്. സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞ പുല്ലുപോലെയാണ്, പൂ പോലെ വാടിപ്പോകും. ഈ ജീവിതം ക്ഷണികമാണ്. പക്ഷെ ദൈവം നമ്മെ വിളിച്ചത് തേജസ്സിൽ നിന്ന് തേജസ്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിൽ. എന്തിനു വേണ്ടി? ഇവിടം കൊണ്ട് തീരാത്തൊരു നിത്യതയുണ്ട്, ഇവിടം കൊണ്ട് തീരാത്തൊരു പ്രത്യാശയുടെ ഭവനമുണ്ട്. എല്ലാ കണ്ണുകളും അടയിട്ടാൽ ഒരു നിമിഷം ദൈവം എഴുന്നേറ്റ് നിന്നാട്ടെ. റാം ഷോക്കോ